അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പെട്രോൾ മാക്സിൻ്റെ വെളിച്ചത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഹസൻ കെയുടെ വീട്. നാടും നാട്ടാരും അവിടേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. തൻ്റെ വീട്ടിൽ നടക്കുന്ന ആദ്യത്തെ കല്യാണമല്ലേ. ഹസൻ ക ആരെയും ഒഴിവാക്കിയില്ല. അത്യാവശ്യം വലിയൊരു കല്യാണം തന്നെയായിരുന്നു അത്. നസീമ മണവാട്ടിയായി ചമഞ്ഞൊരുങ്ങി. കൂട്ടുകാരികൾ അവളുടെ കൈകളിൽ മൈലാഞ്ചി വരച്ചു. കുടുംബത്തിലെയും അയൽവീടുകളിലെയും ഇത്താത്തമാർ കാതിൽ സ്വകാര്യം പറഞ്ഞു. അവളെ ചിരിപ്പിച്ചുകൊണ്ടിരുന്നു. മൈലാഞ്ചി ചുവപ്പ് നസീമയുടെ കവിളിലുകളും പടർന്നു. അവൾ നാണത്താൽ പുഞ്ചിരി തൂകി. ഹലീമത്തിയും ഹസൻകിയും അതിഥികളെ സ്വീകരിക്കുവാനും മറ്റു കാര്യങ്ങൾക്കുമായി ഓടി നടക്കുകയാണ്. സാമ്പാറിൻ്റെയും മീൻകറിയുടെയും കാച്ചിയ പപ്പടത്തിൻ്റെയും മണം അവിടമാകെ പരന്നു. വിളമ്പാനും കഴിക്കാനും കഴിപ്പിക്കുവാനും നാട്ടുകാരും വീട്ടുകാരും മത്സരിച്ചു. വളരെ ഭംഗിയായി തന്നെ അന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. കോഴി ബിരിയാണി വേണ്ടവർക്ക് അത്, വെജിറ്റബിൾ വേണ്ടവർക്ക് അത്, അങ്ങനെ പല ഐറ്റംസിലുള്ള ഫുഡും കാര്യങ്ങളും. ഏകദേശം 11 മണിയോടുകൂടി ആളുകളെല്ലാം പിരിഞ്ഞു പോയി. അടുത്ത കുടുംബക്കാരും അയൽവാസികളും മാത്രം അവശേഷിച്ചു. നസീമ പുതുപെണ്ണിൻ്റെ വസ്ത്രവും ആഭരണങ്ങളും അഴിച്ചു വെച്ച് മേല് കഴുകി ഇശാ നമസ്കരിച്ചു. കുട്ടികളാരും ഉറങ്ങിയിട്ടില്ല. എല്ലാവരെയും കണ്ട സന്തോഷത്തിലാണ്. മറ്റു ചിലർ നാളേക്കുള്ള ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കുന്നു. നസീമ ഉമ്മയെയും ബാപ്പയെയും തിരഞ്ഞു. പന്തലിൻ്റെ ഒരു മൂലയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അവരെ അവൾ കണ്ടു. പതിയെ അങ്ങോട്ട് നടന്നു. അവൾ ഉമ്മയുടെ അടുത്തിരുന്നു. എന്താ മോളെ, പോയി കിടക്കായിരുന്നില്ലേ? നാളെ നേരത്തെ എണീക്കേണ്ടതല്ലേ? ബാപ്പ അവളോട് പറഞ്ഞു. ഉറക്കം വരണില്ല ബാപ്പ. അവൾ ഉമ്മയുടെ നേരെ വായ തുറന്നു കാട്ടി. ഉമ്മ സാമ്പാറും പപ്പടവും കുഴച്ചൊരു ഉരുള അവൾക്ക് വായിലേക്ക് വെച്ച് കൊടുത്തു. അമൃതിനേക്കാൾ രുചിയുള്ള 2-3 ഉരുളകൾ അവളുടെ വായിലേക്ക് ഉമ്മ കൊടുക്കുമ്പോൾ ഉമ്മയുടെ കൈകൾ കൊണ്ട് അവൾ കഴിച്ചു. അതുകൊണ്ട് നജുമോളും ഹാരിസ് മോനും ഓടി വന്നു. അവർക്കും ഹലീമത്ത വാരിക്കൊടുത്തു. അവർ കഴുകി എഴുന്നേറ്റു. നസീം ഉമ്മയോടും ബാപ്പയോടും പൊരുത്തം ചോദിച്ചു. എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഒരു തേങ്ങലോടെ ബാപ്പയുടെ വാക്കുകൾ സ്നേഹത്തോടെ ബാപ്പ അവളെ പുണർന്നു. എൻ്റെ മോൾ വിഷമിക്കല്ലേ. മോൾക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടും വരില്ല. നിസാർ സൽ സ്വഭാവിയാ. അവൻ്റെ സ്നേഹം പിടിച്ചെടുക്കാൻ മോൾക്ക് കഴിയണം. എന്നാൽ നീ വിജയിച്ചു. അതിന് നല്ല ക്ഷമയും മനക്കരുത്തും വേണം. നിനക്കതിന് കഴിയും. ഈ ബാപ്പാക്ക് ഉറപ്പുണ്ട്. ബാപ്പ എപ്പോഴും പഠിച്ചവനോട് പറയുന്നുണ്ട്, മോളൊന്നും ആലോചിക്കാതെ ഉറങ്ങാൻ നോക്ക്. ഉറങ്ങാതെ നാളെ ക്ഷീണമായാലും ശരിയാവില്ല. അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് മാറി നിന്നു ബാപ്പ. അയാൾ കണ്ണുകൾ തുടച്ചു. ഹലീമത്തെ എല്ലാം കണ്ടും കേട്ടും നെടുവീർപ്പിട്ടു. നസീമ തിരികെ നടന്നു. ബാപ്പ സംസാരിച്ച കാര്യങ്ങൾ അവൾ പിന്നെയും ഓർത്തുകൊണ്ടിരുന്നു. എന്തൊക്കെയോ ഒരു അവ്യക്തത. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ എല്ലായിടത്തും പലരും തലങ്ങും വിലങ്ങും കിടന്നുറങ്ങുന്നു. എവിടെയോ ഇത്തിരി സ്ഥലമുണ്ടാക്കി നസീമ ഉറങ്ങാൻ കിടന്നു. കിടന്നിട്ടും അവൾക്ക് ഉറക്കം വരുന്നതേ ഇല്ല. നിസാറിൻ്റെ ചിരിയുടെ ലാഞ്ചനയില്ലാത്ത മുഖം അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ഒരു നെടുവീർപ്പെങ്കിലും. അതെ, അവൾ നെടുവീർപ്പിട്ടു. അവൾ മനസ്സിൽ സ്വയം പറഞ്ഞ് ആശ്വസിച്ചു. നാളത്തെ ഓർത്ത് അവൾക്ക് മനസ്സിൽ പേടിയും സങ്കടവും സന്തോഷമെല്ലാം ഒരുമിച്ച് വന്നു. ഉറക്കം കണ്ണിൽ നിന്ന് പിടിക്കുമ്പോഴും നേരം സുബഹിയോടടുത്തിരുന്നു. ഇനി മുതലുള്ള തൻ്റെ ജീവിതവും ജീവിത രീതികളിലുമെല്ലാം താൻ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകാൻ പോവുകയാണെന്ന സത്യം തിരിച്ചറിയാൻ അവൾക്കിനി അധികം സമയം കാത്തിരിക്കേണ്ടി വരില്ല. അങ്ങനെ കാത്തിരുന്ന നസീമയുടെ കല്യാണ നാളെത്തി. ഹസൻ കെയുടെ വീടാകെ ബഹളമയം. നസീമയെ സാരി ഉടുപ്പിക്കാനും ആഭരണങ്ങൾ അണിയിക്കാനും മുല്ലപ്പൂ ചൂടിക്കാനും കൂട്ടുകാരികളും കുടുംബത്തിലെ മറ്റു പെൺകുട്ടികളും മത്സരിച്ചു. ഒരുക്കുമെല്ലാം കഴിഞ്ഞു. നസീമ കണ്ണാടിയിൽ നോക്കി. അവൾക്ക് അത്ഭുതം തോന്നി. ഇത് ഞാൻ തന്നെയാണോ? ഇന്ന് താൻ മനോഹരമായിരിക്കുന്നു എന്നവൾക്ക് തോന്നി. എന്തോ ഒരു സന്തോഷമൊക്കെ തോന്നി. നാണത്താൽ കവിളുകൾ ചുവന്നു. മണവാട്ടിയായി നസീമ വെട്ടിത്തിളങ്ങി. ആളുകൾ വന്നും പോയിക്കൊണ്ടേയിരുന്നു. ആകെ തിരക്ക് തന്നെ. ഹസൻകയും ഹലീമത്തെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു. ഏതാണ്ട് സമയം 2 മണിയോടെടുക്കുമ്പോൾ പുതിയാപ്പിളയും കൂട്ടരും എത്തി. ബിരിയാണി കഴിച്ച് മയങ്ങിക്കൊണ്ടിരിക്കുന്നവരൊക്കെ കുടഞ്ഞെഴുന്നേറ്റു. പുതിയാപ്പിളയെ കാണാനായി ഓടി. ആകെ തിക്കും തിരക്കും.
കൂടെ വന്ന പെണ്ണുങ്ങൾ നസീമയെ തേടി വന്നു. നിസാറിൻ്റെ ചെറിയ പെങ്ങൾ ജസീല നസീമയുടെ അരികിലേക്ക് വന്നു. അവളുടെ കൈ പിടിച്ച് അടുത്ത് തന്നെ നിന്നു. ഭക്ഷണം വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്ന ഹസൻക്ക് വേഗത്തിൽ പോയി കൈയും മുഖവും കഴുകി. അപ്പോഴേക്കും ഹലീമത്ത് ഇസ്തിരിയിട്ട് വെച്ചിരിക്കുന്ന വെള്ളക്കുപ്പായവും തുണിയും അയാൾക്ക് കൊണ്ടുകൊടുത്തു. വേഗത്തിൽ വസ്ത്രം മാറി ഒരു തൊപ്പിയും തലയിൽ വെച്ച് ഹസൻക്ക് പന്തലിലേക്ക് ഓടി. നിസാറും കൂട്ടരും പന്തലിൽ ഉപവിഷ്ടരായിരുന്നു. ഹസൻക്കയെ കണ്ടതും നിസാർ എഴുന്നേറ്റ് നിന്നു. അവർ പരസ്പരം ആലിംഗനം ചെയ്തു. നിക്കാഹിനുള്ള വേദിയൊരുങ്ങി പ്രത്യേകം സജ്ജമാക്കിയ കസേരയിൽ നിസാറും ഹസൻക്കയും മുഖാമുഖം ഇരുന്നു. അരികിൽ അവർക്ക് നടുവിലായി പള്ളിയിലെ ഉസ്താദും. നിക്കാഹ് കഴിഞ്ഞു. മരുമകനും അമ്മോഷനും ഒരിക്കൽ കൂടെ പരസ്പരം പുണർന്നു. ഹസൻക്ക് ആരും കാണാതെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. നസീമക്കുള്ള മഹർ നിസാർ ഹസൻക്കയെ ഏൽപ്പിച്ചു. നിക്കാഹ് കഴിഞ്ഞുവെന്നറിഞ്ഞതും പുതുക്കം വന്ന പെണ്ണുങ്ങൾ നസീമയെ ഡ്രസ്സ് മാറ്റാൻ ഒരുങ്ങി. അപ്പോഴേക്കും പന്തലിൽ നിന്നെത്തിയ ഹസൻക്ക മഹർ ഹലീമത്തെ ഏൽപ്പിച്ചു. ഹലീമത്ത അത് ജസീലയുടെ കൈകളിൽ കൊടുത്തു. സാരി മാറ്റി ഉടുപ്പിച്ച ആഭരണങ്ങൾ ഇടുവിക്കുന്നതോടൊപ്പം നസീമയുടെ കഴുത്തിൽ മഹർമാലയും അണിയിച്ചു. നസീമ അതിലേക്കൊന്ന് നോക്കി ഒരു നെടുവീർപ്പയച്ചു. ഇനി മുതൽ താൻ ആ പഴയ നസീമയല്ല. ഇന്ന് വരെ ബാപ്പയുടെയും പൊന്നുമോളെ നജുമോളുടെയും ഹാരിസ്മോൻ്റെയും പ്രിയമുള്ള ഇത്താത്തയായിരുന്നു താൻ. ഇന്ന് ഒരുവൻ്റെ ഭാര്യയാണ്, മറ്റൊരു വീട്ടിലെ മരുമകളായിരിക്കുകയാണ്. ഉത്തരവാദിത്തങ്ങളും കടമകളും ഏറുകയാണ്. നസീമക്ക് ആകപ്പാടെ ഒരു വിറയൽ. ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് അവൾ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ജസീല കൈവിടാതെ കൂടെ തന്നെയുണ്ട്. അതവൾക്ക് അല്പം ആശ്വാസം നൽകി. നിക്കാഹ് കഴിഞ്ഞിട്ടും പുതിയാപ്ല പുതിയണ്ണിനെ ഒരു നോക്ക് കാണുവാൻ പോലും വന്നില്ലല്ലോ. ആരൊക്കെയോ അടക്കം പറഞ്ഞത് നസീമയും കേട്ടു. അങ്ങനെ ഒരു പതിവുണ്ടല്ലോ. അവൾക്ക് മനസ്സിന് വല്ലാത്ത ഭാരം തോന്നി. ഇനിയിപ്പം കുറച്ചു കഴിഞ്ഞാൽ ശരിക്ക് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാലോ, അതായിരിക്കും വരാത്തത്. അവൾ സ്വയം ആശ്വസിച്ചു. നിസാർ നേരത്തെ ആവശ്യപ്പെട്ടത് പ്രകാരം ഇന്നവർ അവൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇനി ഇറങ്ങല്ലേ? ആരോ വിളിച്ചു ചോദിച്ചു. നസീമക്ക് എത്ര ശ്രമിച്ചിട്ടും തൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഉമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഹലീമത്ത് സങ്കടം കടിച്ചു പിടിച്ച് അവളെ ആശ്വസിപ്പിച്ചു. നജുമോളും ഹാരിസ്മോനും അന്തം വിട്ട് ഇത്താത്തയുടെ കരച്ചിൽ നോക്കി നിന്നു. ഹസൻക മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി നിന്നു. കണ്ടാൽ ഒരു പക്ഷേ തൻ്റെ നിയന്ത്രണം വിട്ടുപോയേക്കും എന്നയാൾ ഭയന്നു. ജസീലയും അവരുടെ കൂടെയുള്ള ചില പെണ്ണുങ്ങളും നസീമയെ ആശ്വസിപ്പിച്ചു. അങ്ങനെ നസീമ താൻ ജനിച്ചു വളർന്ന ആ വീടിൻ്റെ പടിയിറങ്ങി. നവദമ്പതികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാർ ചെയ്ത കാറിനുള്ളിലേക്ക് നസീമയെയും നിസാറിനെയും കയറ്റിയിരുത്തി. അവർക്കൊപ്പം ജസീലയും ഉണ്ടായിരുന്നു. അവർ പോയതും ഹസൻക്ക് നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു. അയാളെ ആശ്വസിപ്പിക്കാൻ കൂടി നിന്നവർ പാടുപെട്ടു. തൻ്റെ നാടും വീടും കൺമറയുന്നതുവരെ നസീമ നിറകണ്ണുകളോടെ നോക്കിയിരുന്നു. തൻ്റെ തൊട്ടടുത്തിരിക്കുന്ന നിസാറിനെ അവൾ ഇടം കണ്ണിട്ടൊന്ന് നോക്കി. ഇങ്ങനെയൊരാൾ തൻ്റെ അടുത്തിരിക്കുന്നുണ്ടെന്ന ഭാവം പോലും ആ മുഖത്തില്ല. മൂപ്പർ പുറം കാഴ്ചകൾ നോക്കിയിരിപ്പാണ്. അതെ, തന്നോടൊരു മൈൻഡില്ല, തന്നെ നോക്കുന്നില്ല. അദ്ദേഹം പുറത്തേക്കാണ് നോക്കുന്നത്. അവളുടെ മനസ്സ് വായിച്ചെന്നോണം ജസീല പറഞ്ഞു. ഇക്കാക്ക മിണ്ടാതിരിക്കുന്നൊന്നും നോക്കണ്ടാട്ടോ. സ്നേഹിച്ച് തുടങ്ങിയാലേ ചങ്ക് പറിച്ചു തരും. ആളെ ഒന്ന് ശരിയാക്കി എടുക്കണം എന്ന് മാത്രം. അത് നിങ്ങളെ കഴിവ് പോലെ ഇരിക്കും. അവൾ ചിരിക്കുകയും പിന്നെയും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു. നസീം ഓരോന്ന് ആലോചിച്ചു. അതെ, താൻ നേരിടേണ്ടി വന്ന പരീക്ഷണങ്ങളെക്കുറിച്ച് ഏതാണ്ട് രൂപം കണക്ക് കൂട്ടുകയായിരുന്നു അവൾ. ഇതുവരെയായിട്ടും തന്നോട് ചിരിക്കുകയോ പോയിട്ട് ഒന്ന് സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. പോയിട്ട് സ്നേഹത്തോടൊന്ന് നോക്കുപോലും ചെയ്യാതെ തൻ്റെ ഭർത്താവ് വലിയൊരു ചോദ്യചിഹ്നമായി അവളിൽ അവശേഷിച്ചു. അങ്ങനെ അതാ അവരുടെ കാറ് ആ വലിയ തറവാടിന് മുമ്പിൽ നിന്നു. വലിയൊരു തറവാട്. വീടിന് ഗേറ്റിന് മുമ്പിൽ ഒരു ശബ്ദത്തോടെ കാർ ബ്രേക്കിട്ടു. വിശാലമായ 1 ഏക്കറോളം വരുന്ന വലിയ പറമ്പിൻ്റെ ഒത്ത നടുക്കാണ് ആ വലിയ ഓടിട്ട തറവാട്. തെങ്ങുകളും കവുങ്ങുകളും പ്ലാവ്, മാവ്, പേര തുടങ്ങിയ പല പല മരങ്ങളും ചെടികളും വീടിന് ചുറ്റുമുണ്ട്. മൊത്തത്തിൽ കണ്ണിന് കുളിർമയുള്ള ഒരു വീടും പരിസരവും. മുറ്റത്ത് നിറയെ പലതരം പൂച്ചെടികൾ. നല്ല കുളിർമയുള്ള അന്തരീക്ഷം. നിസാർ ഡോർ തുറന്ന് കാറിൽ നിന്ന് ഇറങ്ങി. മറുപുറത്തെ ഡോർ തുറന്ന് ജസീലയും. നസീമ കാറിലിരുന്ന് നിസാറിനെ നോക്കി. അവൻ ഏതൊരു കാരണവരോട് സംസാരിച്ച് നിൽക്കുകയാണ്. ഇറങ്ങിയിട്ടും തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. അവൾക്ക് ഒരു തേങ്ങിൽ ചങ്കിൽ വന്നു നിന്നു. പെട്ടെന്ന് തന്നെ ജസീല അവളുടെ കൈ പിടിച്ച് കാറിൽ നിന്നും ഇറങ്ങി. അവൾക്കും നസീമയുടെ കാര്യമോർത്ത് സങ്കടം തോന്നി. പാവത്തിന് സഹനശക്തി കൊടുക്കണേ, അവൾ അന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു.
ഇതൊരു പരീക്ഷണമാണ്. തങ്ങളുടെ കൂടപ്പിറപ്പിൻ്റെ ജീവിതം പഴയതുപോലെ കളിയും ചിരിയും സമാധാനവും നിറഞ്ഞതാകാൻ വേണ്ടി എല്ലാവരും ചേർന്ന് തിരഞ്ഞെടുത്ത വഴി. അതിൽ ഇരയായിരിക്കുന്നതോ 15 വയസ്സ് മാത്രമുള്ള ഒരു പാവം പെണ്ണ്. അല്ലാഹുവേ, ഈ പാവത്തിനെ അധികം പരീക്ഷിക്കാതെ എൻ്റെ ഇക്കാക്കയെ ആ പഴയ ആളായി ഞങ്ങൾക്ക് തിരികെ തരണേ. ഇവർക്ക് സന്തോഷകരമായ ഒരു ജീവിതം നീ കൊടുക്കണേ അല്ലാ. ജസീല നസീമയുടെ കൈ മുറുകെ പിടിച്ചു. നസീമ വലതുകാൽ വെച്ച് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കയറി. നിസാറിൻ്റെ ഉമ്മ ആമിനുമ്മ അവളെ കൈ പിടിച്ചകത്തേക്ക് കയറ്റി. നിസാറിൻ്റെ ബാപ്പ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടു പോയിരുന്നു. അവർ 3 മക്കളാണ്. മൂത്ത മകൻ നിസാർ, അവന് താഴെ ഒരു പെൺകുട്ടി ഫസീല, അവൾ കല്യാണം കഴിഞ്ഞ് ഫാമിലിയായി ഖത്തറിലാണ്. അതിന് താഴെ ജസീല, അവളും 10ാം ക്ലാസ് കഴിഞ്ഞതാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ല. നസീമയെ ആമിനുമ്മ അകത്ത് കൊണ്ട് വന്ന് കസേലയിലിരുത്തി. വീട്ടിൽ അയൽവാസികളും കുടുംബക്കാരൊക്കെയായി ആരൊക്കെയോ. നിനക്ക് ആരൊക്കെയുണ്ട് മോളെ? അങ്ങനെയുള്ള ചോദ്യം. ഒരു ഗ്ലാസ് നാരങ്ങാ വെള്ളം അവൾക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അതിനിടയിൽ അവൾ അത് വലിച്ചു കുടിച്ചു. ഇനിയും വേണമെന്നുണ്ട്. പക്ഷേ അവൾ ചോദിച്ചില്ല. ആരൊക്കെയോ അവളോട് പല വിശേഷങ്ങളും പേരുകളുമൊക്കെ ചോദിച്ചു പരിചയപ്പെട്ടു. അവൾ എല്ലാവരോടും ചിരിച്ചു സംസാരിച്ചു. നസീമ ചുറ്റും നോക്കി. നിസാർ ആ സമീപത്തൊന്നും ഇല്ലായിരുന്നു. ജസീലയെയും കാണാനില്ല. അവളെങ്കിലും ഒന്ന് വരുന്നിരുന്നെങ്കിൽ. ഈ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് വീർപ്പ് മുട്ടുന്നു. പെട്ടെന്ന് ജസീല നസീമയുടെ അടുത്തേക്ക് വന്നു. അവൾ മുഖമക്കൻ അഴിച്ചു വെച്ച് ഷാൾ തലയിലൂടെ ഇട്ടിരുന്നു. നസീമക്ക് അവളെ കണ്ടപ്പോൾ ആശ്വാസം തോന്നി. ഇത്താത്ത, വാ, മുകളിലാണ് ഇക്കാക്കാൻ്റെ മുറി, അവിടെ പോയി ഫ്രഷായി വരാം. നസീമ ജസീലയോടൊപ്പം മരത്തിൻ്റെ ഗോവണി കയറി മുകളിലെ മുറിയിലെത്തി. നീണ്ട ഒരു ഇറയവും വലിയൊരു ഹാളും 2 മുറികളുമാണ് മുകളിലുണ്ടായിരുന്നത്. ആ മുറിയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബാത്റൂം ഉണ്ടായിരുന്നു. അത് പുതിയതായി ഉണ്ടാക്കിയതാണെന്ന് തോന്നി. ആ മുറിയിലേക്കാണ് ജസീല അവളെ കൂട്ടിക്കൊണ്ടു പോയത്. നല്ല അടുക്കും ചിട്ടയുമുള്ള ഒരു മുറി. ചുമരിനോട് ചേർന്നൊരു ഷെൽഫിൽ നിറയെ പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു. 2 പേർക്ക് കിടക്കാവുന്ന കട്ടിൽ ഭംഗിയായി വിരിച്ചിട്ടിരിക്കുന്നു. അധികം പഴക്കമില്ലാത്ത അത്യാവശ്യം വലിപ്പമുള്ള മരത്തിൻ്റെ അലമാര കട്ടിലിനോട് ചേർന്നിട്ടിട്ടുണ്ട്. ഇതെല്ലാം കഴിച്ച് 2 പേർക്ക് നിന്ന് നിസ്കരിക്കാനുള്ള സ്ഥലവും ബാക്കി. നസീം ഒന്ന് ശ്വാസം വിട്ടു. നേരെ 5 മണിയാകുന്നു. അസ്ർ നിസ്കരിച്ചിട്ടില്ല. ഒന്ന് കുളിച്ച് നിസ്കരിക്കണം. ജസീല ആഭരണങ്ങളൊക്കെ അഴിച്ചു വെക്കാൻ നസീമയെ സഹായിച്ചു. അലമാര തുറന്ന് അവൾക്കായി വാങ്ങിയ ചുരിദാറുകളൊക്കെ കാണിച്ചു. ഇഷ്ടമുള്ളത് എടുത്ത് ഇട്ടോളിൻ, ഫ്രഷായി നിസ്കരിച്ച് താഴേക്ക് വരിട്ടോ, ഞാൻ താഴെ ഉണ്ടാകും. അലമാരയിൽ നിന്നും ഒരു പുതിയ നിസ്കാരക്കുപ്പായവും മുസല്ലയും എടുത്തുകൊണ്ട് ജസീല പറഞ്ഞു. നസീമ തലയാട്ടി. ജസീല താഴേക്ക് പോയപ്പോൾ നസീമ മുറിയിലെ അലമാര തുറന്ന് ഒരു നീല നിറത്തിലുള്ള ചുരിദാർ പുറത്തെടുത്തു. അത് തിരിച്ചും മറിച്ചും നോക്കി. നല്ല ഭംഗിയുണ്ടല്ലോ. ഇത് ആരുടെ സെലക്ഷൻ ആയിരിക്കും? ജസീലയുടേതായിരിക്കും അതോ നിസാർക്കയുടേതോ? അവളുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. അവളൊന്ന് മേല് കഴുകാനായി ബാത്റൂമിലേക്ക് ചെന്നു. ബാത്റൂമിൻ്റെ അടുത്തെത്തിയതും ഉള്ളിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടു. ആരായിരിക്കും? നിസാർക്കായിരിക്കുമോ ഇതിനുള്ളിൽ? പുറത്ത് വന്നുവെന്ന് കണ്ടാൽ എന്തായിരിക്കും പ്രതികരണം? എന്തെങ്കിലും മിണ്ടുമോ? ഒന്ന് ചിരിക്കുകയെങ്കിലും ചെയ്താലേ മതിയായിരുന്നു. മനസ്സിൽ അല്പമെങ്കിലും ഒരു ആശ്വാസം കിട്ടുമായിരുന്നു. നസീമ തിരിച്ച് മുറിയിൽ ചെന്നിരുന്നു. ജസീല ഒന്ന് വന്നിരുന്നെങ്കിൽ. നെഞ്ചിടിപ്പ് ഉയർന്നു വരുന്നതോടൊപ്പം അവൾ ഇരുന്നിടത്തിരുന്ന് വിയർക്കാൻ തുടങ്ങി. ബാത്റൂമിൽ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും കട്ടിലിൽ ഇരിക്കുകയായിരുന്ന നസീമ ചാടി എഴുന്നേറ്റ് വാതിലിൻ്റെ അരികിലേക്ക് ഒതുങ്ങി നിന്നു. നിസാർ റൂമിലേക്ക് കയറി വാതിൽ കുറ്റിയിടാനായി ഭാവിച്ചപ്പോൾ വാതിലിൻ്റെ അടുത്തായി ചുവരിൽ ചാരി നിൽക്കുന്ന നസീമയെ കണ്ടു. നീ എന്താ ഇവിടെ ഒറ്റക്ക് വന്നു നിൽക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ മുറി വിട്ടിറങ്ങി ഗോവണിയുടെ അടുത്ത് നിന്ന് താഴേക്ക് ചെന്ന് നോക്കിയപ്പോൾ ഒരു അലർച്ച. ജസീല! നസീമ വിറച്ചുപോയി. സ്നേഹത്തിൻ്റെയോ സഹാനുഭൂതിയുടെയോ ഒരു കണിക പോലും നിസാറിൻ്റെ ചോദ്യത്തിനുണ്ടായിരുന്നില്ല. ഒരുതരം അമർഷം നിറഞ്ഞ സ്വരമായിരുന്നു അവൻ്റേത്. വീണ്ടും മുറിയിലേക്ക് കയറി വന്ന് അലമാര തുറന്ന് ഒരു ഷർട്ട് വലിച്ചെടുത്ത് നിസാർ അവളെ തിരിഞ്ഞു നോക്കി. ഒന്ന് പോയി തരുമോ എന്ന് പറയാതെ പറയുന്നത് പോലെ തോന്നി അവൾക്ക്. അവൻ്റെ ആ നോട്ടം കണ്ടപ്പോൾ അവൾ കയ്യിലുണ്ടായിരുന്ന ഡ്രസ്സും കൊണ്ട് മുറി വിട്ടിറങ്ങി. വേഗത്തിൽ ബാത്റൂമിൽ കയറി പൈപ്പ് തിരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞു പോയി. എന്തായിരിക്കും റബ്ബെ നിസാർക്ക് തന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നിക്കാഹ് കഴിഞ്ഞ് ആദ്യമായി 2 പേരും തനിച്ച് കണ്ടുമുട്ടിയ സമയത്തെ പ്രതികരണം ഇതാണെങ്കിൽ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും? ആലോചിക്കും തോറും അവൾക്ക് തേങ്ങലടക്കാൻ കഴിഞ്ഞില്ല. നിസാർക്കക്ക് തന്നെ ഇഷ്ടപ്പെടാതെ മറ്റാരുടെയെങ്കിലും നിർബന്ധം കൊണ്ട് ആയിരിക്കുമോ ഈ വിവാഹത്തിന് സമ്മതിച്ചത്? ചിന്തകൾക്കൊപ്പം മേലാസകലം പൊള്ളുന്നത് പോലെ അവൾക്ക് തോന്നി. ഒരു വിധത്തിൽ മേല് കഴുകി ഉളുഹെടുത്ത് അവൾ പുറത്തിറങ്ങി. മുറിയിലെത്തി നിസ്കരിച്ചു 2 കൈകളും റബ്ബിലേക്ക് ഉയർത്തി.
അവൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാനേ കഴിഞ്ഞില്ല അവൾക്ക്. ബാപ്പയെയും ഉമ്മയെയും കാണാൻ തോന്നി. നജുമോളുടെയും ഹാരിസ് മോൻ്റെയും കളിച്ചിരികൾ കൺമുന്നിൽ തെളിഞ്ഞു. ഇത്ര നേരം ആ ഇരിപ്പ് ഇരുന്നെന്ന് അവൾക്ക് അറിയുന്നില്ല. വാതിൽക്കൽ ആരുടെയോ കാൽപ്പെരുമാറ്റം കേട്ട് നസീമ തല ഉയർത്തി നോക്കി. ജസീലായിരുന്നു. ഇത്താത്ത നിസ്കരിച്ചിട്ട് ഇരിക്കുകയാണോ? അയൽവാസികളൊക്കെ പോവാൻ നിൽക്കുക. ഇത്താത്താനെ ചോദിക്കുന്നുണ്ട്. ഉമ്മ എന്നെ പറഞ്ഞു വിട്ടതാ ഇത്താത്താനെ വിളിച്ചിട്ട് വരാനേ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നസീമ മുഖം തുടച്ച് വേഗം എഴുന്നേറ്റു. അവൾക്ക് കുറ്റബോധം തോന്നി. താൻ കുറേ നേരം ഇവിടെ നിന്ന് ഇരുന്നത് മോശമായി പോയി. അവരെല്ലാം തന്നെപ്പറ്റി എന്ത് വിചാരിച്ചോ ആവോ? ഞാൻ നിസ്കരിച്ചിട്ട് അങ്ങനെ ഇരുന്നു പോയി. പ്രശ്നമാവോ? അവൾ ചോദിച്ചു. ഹേയ്, എന്ത് പ്രശ്നം? എന്താ കണ്ണൊക്കെ ചുവന്നിരിക്കണേ? കരഞ്ഞോ? സാറല്ല, വീട്ടിൽ നിന്ന് പോന്നതിൻ്റെ വിഷമാവൂല്ലേ? ഇത്താത്താക്ക് കമ്പനിക്ക് ഞാനില്ലേ ഇവിടെ? ജസീല നസീമയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. നസീമക്ക് ആശ്വാസം തോന്നി. ജസീലയെ ഒരുപാട് പരിചയമുള്ള ഒരു ആത്മസുഹൃത്തിനെ പോലെ തോന്നി അവൾക്ക്. പെട്ടെന്നൊരു തോന്നലിൽ നസീമ ജസീലയെ കെട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ജസീല അവളെ ആശ്വസിപ്പിച്ചു. ഇത്താത്ത ഇങ്ങനെ കരയില്ലേ? ഈ സങ്കടങ്ങളൊക്കെ കളഞ്ഞ് സന്തോഷമായിരിക്കെ. വാ, നമുക്ക് താഴേക്ക് പോകാം. അല്ലെങ്കിൽ ഇനി എന്നെ വിളിക്കാൻ ഉമ്മ വേറെ ആളെ വിടും. അവൾ ചിരിച്ചു. നസീമ കണ്ണുകൾ തുടച്ച് ആ ചിരിയിൽ പങ്കുചേർന്നു. അവർ ഒരുമിച്ച് താഴേക്ക് ഇറങ്ങി. അവർ വരുന്നത് നോക്കി പെണ്ണുങ്ങളുടെ ഒരു പട തന്നെ താഴെ നിൽപ്പുണ്ടായിരുന്നു. അവരെ കണ്ടതും ആമിനമ്മ ജസീലയോട് ദേഷ്യപ്പെട്ടു. ഓളെ വിളിച്ച് വേഗം ഇങ്ങോട്ട് വരാൻ പറഞ്ഞതല്ലേ എന്നോട്? ഈ അവിടെ പോയി കിടക്കുകയായിരുന്നോ? എന്നിട്ട് ഉമ്മ ഒന്ന് പതുക്കെ പറ, ഇത്താത്ത എന്ത് വിചാരിക്കും? പാവല്ലേ? ജസീല ഉമ്മയുടെ ചെവിയിൽ പറഞ്ഞു. വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ. അവർ പിറുപിറുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. എന്താ, മണിയറ കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ തോന്നുന്നില്ലേ? ഇത്രയും സൗകര്യം വലിയ വീടൊക്കെ ആയിട്ട് ആദ്യമായിട്ട് കാണല്ലേ? ഒരു 50 വയസ്സിനോടടുത്ത് പ്രായം വരുന്ന അയൽവാസി സ്ത്രീ നസീമയെ നോക്കി ചോദിച്ചു. കുടുംബക്കാരും അയൽ വീടുകളിലുള്ളതുമായ പലരും പലതരത്തിലുള്ള ചോദ്യശരങ്ങൾ കൊണ്ടും അവളുടെ സ്വർണത്തിലെ ഏറ്റക്കുറിച്ചിലുകൾ പറഞ്ഞും അവളെ നോവിച്ചുകൊണ്ടിരുന്നു. ഇതിപ്പോൾ എത്ര ഉണ്ടാവും? മുക്കുവണ്ടൊന്നല്ലേ? ഇപ്പോൾ പറയാൻ പറ്റൂലേ, സ്വർണത്തിൻ്റെ വില അങ്ങനെയൊക്കെ അല്ലേ? ജസീല അവളെ ദയനീയമായി നോക്കി. നസീമക്കാര് സങ്കടം വന്നു തുടങ്ങി ആകപ്പാടെ. എങ്കിലും അവൾ എല്ലാവരോടും ചിരിക്കുക മാത്രം ചെയ്തു. നേരിടേണ്ട പരീക്ഷണങ്ങളുടെ കൂമ്പാരം താൻ വിചാരിച്ചതിലും ഒരുപാടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. മഗ്‌രിബും ഇശാവും ജസീലയുടെ കൂടെ താഴെ നിന്നാണ് അവർ നിസ്കരിച്ചത്. രാത്രി ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പിരിഞ്ഞു പോയി. അവരുടെ വല്യമ്മ എന്ന് വിളിക്കുന്ന ആമിനുമ്മ, ആ ഒരു ഉമ്മ മാത്രം അവിടെ തങ്ങി. ഭക്ഷണം കഴിച്ച് പാത്രങ്ങൾ എടുത്തു വെക്കാനും കഴുകാനുമൊക്കെ നസീമയും തുനിഞ്ഞു. ആമിനുമ്മയും ജസീലയും അവളെ സ്നേഹപൂർവ്വം വിലക്കി. ആമിനും ഒരു ഗ്ലാസ് തിളച്ച പാൽ നസീമയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇനി പോയി കിടന്നോ എന്ന് പറഞ്ഞു. ഓൻക്ക് ഇത്തിരി മുൻഷണ്ടിയൊക്കെ ഉണ്ട്, മുൻഷുണ്ടി നോക്കിയും കണ്ടൊക്കെ നിന്നോ. അന്ന് എന്ന് എവിടെയും തൊടാത്തതുപോലെ ഒരു മുന്നറിയിപ്പും. ജസീല ക്ഷീണം കാരണം താൻ കിടക്കാൻ പോവാ എന്ന് പറഞ്ഞു കുറച്ചു മുന്നേ അവളുടെ മുറിയിലേക്ക് പോയിരുന്നു. നസീമ വിറച്ചുകൊണ്ട് പതിയെ മുകളിലേക്കുള്ള ഗോവണി കയറി. മുകളിലേക്ക് നോക്കിയ നസീമ സ്തബ്ധനായി നിന്നു. അടഞ്ഞുകിടക്കുന്ന മണിയറ വാതിൽ അവളെ നോക്കി കൊഞ്ഞനം കുത്തി. വിറക്കുന്ന കൈകളിൽ നിന്നും പാൽ ഗ്ലാസ് താഴെ വീഴാതിരിക്കാൻ നസീമ മുറുകെ പിടിച്ചു. ആദ്യമായിട്ടായിരിക്കും കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ തന്നെ ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. എത്ര വലിയ കഠിനഹൃദയനും ആദ്യ ദിനങ്ങളിലെങ്കിലും തൻ്റെ ഭാര്യയെ തേനെ പാലെന്ന് വിളിച്ച് ആരും ഓമനിക്കും. ഇത് വളരെ വിചിത്രമായിരിക്കുന്നു. മണിയറ വാതിൽ കൊട്ടിയടച്ചിരിക്കുന്നു. താഴെ ഇറങ്ങി ജസീലയുടെ മുറിയിൽ പോയി കിടന്നാലോ എന്ന് വരെ ആലോചിച്ചു. പക്ഷെ അവരോടൊക്കെ എന്ത് പറയും ഞാൻ? അല്ലെങ്കിൽ ഞാൻ പോയി വാതിൽ മുട്ടി വിളിച്ചാലോ? ചിലപ്പോൾ തുറന്നു തരുമായിരിക്കും. അല്ലെങ്കിൽ കൺമുമ്പിൽ കാണരുത് എന്ന് പറഞ്ഞ് വാതിൽ കൊട്ടിയെടുക്കും. രണ്ടിലൊന്ന് സംഭവിക്കും. എന്തായാലും താഴേക്ക് പോകുന്നതിൽ അർത്ഥമില്ല. അത് സ്ഥിതി കൂടുതൽ മോശമാകും. എല്ലാവരും അറിഞ്ഞാൽ തൻ്റെ നേർക്കായിരിക്കും വിരൽ ചൂണ്ടുക. ജസീലയോടൊന്ന് പറഞ്ഞാലോ? അവൾ കൂടെ നിൽക്കില്ലേ? ആ ഒരു ചിന്തയിൽ നസീമ താഴോട്ടിറങ്ങാൻ തുടങ്ങി. താഴെ എല്ലാ ലൈറ്റുകളും അണഞ്ഞിരിക്കുന്നു. എല്ലാവരും ഉറങ്ങാൻ കിടന്നിരിക്കും. ആ കൂരിരുട്ടിൽ നസീം ഒറ്റയ്ക്ക് നിന്ന് വിയർത്തു. ഒരാളും സഹായത്തിനില്ല, പടച്ച റബ്ബല്ലാതെ. എല്ലാം റബ്ബിലർപ്പിച്ചു. അവൾ തപ്പിപ്പിടിച്ച് കോണി കയറി മുകളിലെത്തി. കയ്യിലെ പാൽ ഗ്ലാസ് അവളെ നോക്കി പല്ലിളിച്ചു. വാതിലിൽ മുട്ടുക തന്നെ. തൻ്റെ മുന്നിലിപ്പോൾ അതേ ഒരു മാർഗമുള്ളൂ. തുറന്നില്ലെങ്കിൽ അപ്പോൾ ആലോചിക്കാം എന്തു ചെയ്യണമെന്ന്. കാരുണ്യവാനായ നാഥ, എന്നെ നീ കൈവെടിയല്ലേ, എന്നെ സഹായിക്കണേ അല്ല. അവൾ തേങ്ങിപ്പോയി. രണ്ടും കൽപ്പിച്ചവൾ നിസാറിൻ്റെ മുറിയുടെ
മുന്നിൽ ചെന്ന് നിന്നു. വാതിലിൽ മുട്ടാനായി കൈ ഉയർത്തിയതും ഒരു ശബ്ദത്തോടെ വാതിൽ തുറന്ന് നിസാർ അവളുടെ മുന്നിലേക്ക് വന്നു. അപ്രതീക്ഷിതമായ ആ വരവിൽ നസീമയുടെ കയ്യിലെ പാൽ ഗ്ലാസ് താഴേക്ക് വീഴാനാഞ്ഞു. പെട്ടെന്ന് പിടുത്തം കിട്ടിയതുകൊണ്ട് ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടിയില്ല. എങ്കിലും ഒരു തുള്ളി പോലും അവശേഷിക്കാതെ പാൽ മുഴുവൻ നിലത്ത് പരന്നിരുന്നു. ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ച നസീമയെ അമ്പരിപ്പിച്ചുകൊണ്ട് നിസാർ ഇറയത്തു നിന്നും ഒരു പഴയ തുണി എടുത്തു കൊണ്ടുവന്നു. അത് മുഴുവനും തുടച്ച് വൃത്തിയാക്കി. ബാത്റൂമിൽ പോയി വെള്ളം പിഴിഞ്ഞ് ഒന്നുകൂടെ തുടച്ച് ഇറയത്ത് കൊണ്ടുപോയി നിവൃത്തിയിട്ട് അവൻ തിരികെ വന്നു. നസീമയുടെ അടുത്തെത്തി അവൾ കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു, നിന്റെ കാര്യം എനിക്ക് ഓർമ്മയില്ലായിരുന്നു, അതാ വാതിലടച്ചത്. എന്നിട്ട് അവളുടെ മുഖത്ത് നോക്കാതെ മുറിയിലേക്ക് കയറിപ്പോയി. നേരത്തെ ഉണ്ടായിരുന്ന അമർഷം ഇപ്പോൾ ആ ശബ്ദത്തിലില്ല. പകരം ഒരു കുറ്റബോധവും താല്പര്യമില്ലായ്മയൊക്കെ കൂടിക്കലർന്നൊരു സ്വരം. നസീമയ്ക്ക് ചിരിക്കണോ അതോ കരയണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ ഭാര്യയെ മറക്കുക, എന്നിട്ട് വാതിലടിച്ച് ഉറങ്ങാൻ കിടക്കുക. വല്ലാത്തൊരു മനുഷ്യൻ. എങ്കിലും അയാളുടെ പ്രവൃത്തികളിൽ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ ഇനിയും വറ്റാത്തൊരു ഉറവുണ്ടെന്ന് അവൾക്ക് തോന്നിപ്പോയി. അതിനെ തന്നിലേക്ക് ഒഴുക്കി വിടാതിരിക്കാൻ അദ്ദേഹം മനഃപൂർവ്വം ശ്രമിക്കുകയാണ്. എന്താ ഒരു ഭയം പോലെ. ആലോചിച്ചു നിൽക്കാനുള്ള സമയമല്ല. ഇനിയും അടഞ്ഞിട്ടില്ലാത്ത മണിയറ വാതിലിലൂടെ അവൾ അകത്ത് കയറി വാതിൽ കുറ്റിയിട്ടു. നിസാർ കട്ടിലിൽ പുറംതിരിഞ്ഞ് 2 കൈകൾ കൊണ്ട് തല പൊക്കിയിരിക്കുന്നുണ്ട്. എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയാതെ നസീമ കുഴങ്ങി. സമയം ഇഴഞ്ഞു നീങ്ങി. മണിയറയിൽ മൗനം തളം കെട്ടി നിന്നു. നസീമക്ക് ക്ഷീണം കാരണം ഉറക്കം വരാൻ തുടങ്ങി. എവിടെ കിടക്കും? കട്ടിലിൽ കിടന്നാൽ ചിലപ്പോൾ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞാലോ? എന്ത് ചെയ്യണമെന്നൊരു പിടിയുമില്ല. നിസാറാണെങ്കിൽ ആ ഇരുന്ന ഇരിപ്പിൽ നിന്ന് ഇളകിയിട്ടില്ല. നസീമ രണ്ടും കൽപ്പിച്ച് അവൻ്റെ അടുത്ത് ചെന്ന് നിന്ന് ഭയം കലർന്ന പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു, ഇക്ക. ഒരു പ്രതികരണവുമില്ല. അവൾ ഒന്നുകൂടെ വിളിച്ചു നോക്കി. ഒരു രക്ഷയുമില്ല. അവൾ കട്ടിലിൻ്റെ മറുതലക്കൽ വന്നിരുന്നു. ഒരു തേങ്ങൽ കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. തനിക്ക് തോന്നിയതാവുമോ? അവൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു. അല്ല, തോന്നലല്ല. അടക്കി പിടിച്ചൊരു തേങ്ങൽ ഒരു ഞരക്കം പോലെ കേൾക്കുന്നുണ്ട്. നസീമക്ക് സങ്കടം തോന്നി. എന്തൊക്കെയാണ് റബ്ബ് ഇവിടെ നടക്കുന്നത്? ഒന്നും മനസ്സിലാണില്ലല്ലോ. രണ്ടും കൽപ്പിച്ചവൾ നിസാറിൻ്റെ അടുത്ത് ചെന്നിരുന്നു. പേടിച്ച് കൊണ്ടവൻ ചോദിച്ചു, ഇക്കാക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ? അവൾക്ക് മുഴുമിക്കാനായില്ല. ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ നിന്നും ചാടി എഴുന്നേറ്റു. നസീമ, നീ ഭയപ്പെടണ്ട. എഴുന്നേറ്റ് അല്പം പുറകിലേക്ക് നിന്നു. അവൻ കട്ടിലിലെ 2 തലയണകളും 2 അറ്റങ്ങളിലേക്കും പരമാവധി നീക്കി വെച്ചു. എന്നിട്ട് ഒരറ്റത്ത് പോയി കിടന്നു. വേണമെങ്കിൽ അപ്പുറം കിടന്നോ. വിശ്വസിക്കാൻ കൊള്ളാത്ത വർഗങ്ങളാ നീയൊക്കെ. മിണ്ടിയേക്കരുത് എന്നോട്, കേട്ടല്ലോ? ഒരൊറ്റ പൊട്ടിത്തെറിയായിരുന്നു. നസീം അമ്പരന്നു. തൻ്റെ ഭർത്താവിൻ്റെ ചെയ്തികൾ കണ്ട് അവൾ സങ്കടത്തെക്കാളേറെ ആശ്ചര്യമാണുണ്ടായത്. പലതരം സ്വഭാവങ്ങൾ. കുറച്ച് ശാന്തത വന്നപ്പോൾ ഒന്ന് ആശ്വസിച്ചു വന്നതായിരുന്നു. അതുകൊണ്ടാണ് ഒന്നും മിണ്ടാമെന്ന് കരുതിയത്. അപ്പോഴതാ തേങ്ങിക്കരച്ചിൽ. പിന്നെ അപ്രതീക്ഷിതമാം വിധം പൊട്ടിത്തെറികൾ. ഇങ്ങനെയൊക്കെയാണെങ്കിലും താൻ ബുദ്ധിമുട്ടാകാതെ കട്ടിലിൻ്റെ ഒരിടം തന്നല്ലോ തനിക്ക്. അവൾ സമാധാനിച്ചു. നവദമ്പതികൾ ഒരു കട്ടിലിൽ 2 അറ്റങ്ങളിലായി ഇരുദിശയിലേക്ക് തിരിഞ്ഞു കിടന്നു. വീണ്ടും ഒരു വിതുമ്പലും ദീർഘനിശ്വാസവും കേട്ട് നസീമ ഞെട്ടിത്തെറിച്ചു നോക്കി. നിസാർ അപ്പുറം തിരിഞ്ഞ് കിടപ്പാണ്. തോന്നിയതാണോ? അല്ല, തോന്നലല്ല. എന്തെങ്കിലും ചോദിക്കാനും വയ്യ. പ്രതികരണം ഏത് തരത്തിലാവുമെന്ന് ഒരു നിശ്ചയവുമില്ല. ഭയവും സങ്കടവും കൂടിക്കലർന്ന് അവളുടെ മനസ്സും ശരീരവും തളർന്നു തുടങ്ങി. എന്താണിതവസ്ഥ? ഇദ്ദേഹത്തൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. എന്തൊക്കെയോ ഉണ്ടാ മനസ്സിൽ. എന്തൊക്കെ മനസ്സിൽ കിടന്ന് വിങ്ങുന്നുണ്ടോ? മാറി മറിയുന്ന വികാരങ്ങൾ. അവയെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് തന്നെ ആവുന്നില്ല. സാധാരണ അവസ്ഥയിൽ നിന്നും എത്ര വേഗത്തിലാണ് കരച്ചിലേക്കും പൊട്ടിത്തെറിയിലേക്കും പരിണമിക്കുന്നത്. ഇനി അദ്ദേഹം വല്ല മാനസിക വിഭ്രാന്തിയും ഉള്ള ആളാണോ? എന്തോ എവിടെയോ ഒരു പിശക് പോലെ. ആ ചിന്തയിൽ നസീമയുടെ ഉള്ളം പിടഞ്ഞു. എന്തിനായിരിക്കും എന്നറിഞ്ഞുകൊണ്ട് എല്ലാവരും ചേർന്ന് തന്നെ ഈ കെണിയിലേക്ക് എന്തിനെന്നെ തള്ളിയിട്ടത്? മനസ്സിൻ്റെ പിടിവിട്ടു പോകുന്നത് പോലെ അവൾക്കൊന്ന് ഉറക്കെ നിലവിളിക്കണം എന്ന് തോന്നി. ഇൻഷാ അല്ലാ, എന്തായിരിക്കും അവൻ്റെ ആ ഒരു മാനസികാവസ്ഥക്ക് കാരണം? നസീമ ഒരുപാട് ആലോചിച്ചു. ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ വിഷമങ്ങളെല്ലാം തീർന്നു പോകുമോ എന്ന് വരെ അവൾ ആഗ്രഹിച്ചു. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.